എല്ലാ ദിവസവും മീനാണ് വെട്ടണത് കേട്ടാ. ഇന്ന് സ്രാവ് വെട്ടണ കൂട്ട്. അപ്പൊ നമ്മുടെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ? തക്കാളി അരിഞ്ഞ്, സവോള അരിഞ്ഞ്. അമ്പാടി സഞ്ചിയിലെന്തിട്ടാണ് അമ്പാടി? കോഴി ബാക്കിലാണ്. ടോമി ഫിഷ് ക്ലബിലുള്ള എല്ലാവരും അത് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസും ഉണ്ട്. ആവാറായ സെറ്റായ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ റെഡിയാവും. സെറ്റായി. വരണ വഴിക്ക് എവിടെ നിന്നോ പൊട്ടിച്ചല്ലേ? വണ്ടിയിൽ ഇരുന്നിട്ട് സൈഡിൽ കാണുന്ന മാങ്ങ പൊട്ടിച്ചെടുത്തല്ലേ? കോഴിക്ക് എൻ്റെ ഓടല്ലേ? ഇത് തന്നെയല്ലേ ഞങ്ങൾ എല്ലാവരും കൂടി എടപ്പള്ളിക്ക് പോകാനുള്ള പരിപാടികള്. പണിക്കാരെല്ലാവരും 25 പേരുണ്ട്. 25 അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. അല്ലാത്തവർക്ക് വേണ്ടി പറയണത് ഞങ്ങൾ എടപ്പള്ളി പെരുന്നാളിന് പോകേണ്ട എല്ലാ വർഷത്തെയും പോലെ. പക്ഷേ ഈ വർഷത്തെ പോക്കിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഞങ്ങൾ ആണുങ്ങളും മാത്രമല്ല പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ എടപ്പള്ളി പെരുന്നാളിന് കോഴി നേർച്ചയ്ക്ക് പോകാനായിട്ട്. അമ്പാടി സഞ്ചിയിലെന്തിട്ടാണ് അമ്പാടി? കോഴി ബാക്കിലാണ്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതലുണ്ട്. 26 പേരോളം 27 പേരോളമായിട്ടാണ് നമ്മളിന്ന് കോഴി നേർച്ചയ്ക്കായിട്ട് എടപ്പള്ളിയിൽ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വണ്ടി എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടപ്പള്ളി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് നമ്മൾ ഗ്രൗണ്ടിലോട്ട് പോകേണ്ട. അപ്പോൾ ഗ്രൗണ്ടിലിട്ടിട്ടാണ് നമുക്കിവിടെ കോഴി നേർച്ചയ്ക്ക് ആയിട്ടുള്ള നേർച്ച, അതായത് കോഴിക്കറി വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ പള്ളിയുടെ അധികൃതരൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോഴിയും പിന്നെ വെള്ളം മറ്റേ സംഭവ സാമഗ്രികൾ, അതായത് ചട്ടിയും കലവും ചട്ടകം വാഴയില അങ്ങനെ വേണ്ട എല്ലാ സംഭവ സാമഗ്രികളൊക്കെ ആയിട്ട് നമ്മളത് ഗ്രൗണ്ടിലോട്ട് പോയിട്ടുണ്ട്. ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പോട്ട് കണ്ടെത്തലാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്കൊരു നല്ലൊരു സ്ഥലത്ത് തന്നെ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉള്ള ഭാഗത്ത് തന്നെ നമുക്കൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഷീറ്റൊക്കെ വിരിച്ച് സെറ്റായിക്കൊണ്ടിരിക്കണം. കണ്ടോ, ഞായറാഴ്ചയാണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം ഇവിടെ കോഴി നേർച്ചയ്ക്കായിട്ട് വന്ന ജനങ്ങളുടെ തിക്കും തിരക്കണ്ടി കാണാം. ഇഷ്ടംപോലെ ആയിരക്കണക്കിന് പേരായിരുന്നു ഇന്നുണ്ടായിരുന്നത്. പെരുന്നാൾ ഏകദേശം 2 ആഴ്ചക്ക് മുൻപായിരുന്നില്ല. നമുക്ക് ഈ ഒരു ഏകദേശം 2 ആഴ്ചക്ക് ശേഷമാണ് നമുക്കിവിടെ വരാനായിട്ട് സാധിച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ടാണ് നമ്മളുടെ കടയിലുള്ള സ്റ്റാഫുകൾ, നമ്മുടെ ചേട്ടന്മാർ, നമ്മുടെ കസിൻസ്, വല്യപ്പച്ചന്മാരൊക്കെ, വെല്ലുമിച്ചി അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സൗകര്യം നോക്കിയിട്ട് നമ്മൾ ഇന്നാണ് ഈ ഒരു ഞായറാഴ്ചയാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അധികം വൈകാതെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ തുടങ്ങുന്ന പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിയാനും തുടങ്ങിയിട്ടുണ്ട്. ആണുങ്ങൾ കോഴിനെ കൊല്ലാനും കട്ട് ചെയ്യാനുള്ള പരിപാടിയിലുണ്ട്. അപ്പോൾ പാഞ്ചുവാപ്പനൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. സിദ്ദിനുണ്ട്, ജെയ്സ്ഞാനുണ്ട്, പോളിച്ചേനുണ്ട്, എൻ്റെ അപ്പച്ചനുണ്ട്, ജിതിനുണ്ട്, അച്ചുണ്ട്, ജോയിലുണ്ട്, എബിയുണ്ട്, കേട്ടോ എല്ലാവരും ഉണ്ട്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 27 പേരായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മളെല്ലാ പ്രാവശ്യത്തെയും പോലെയും ഞങ്ങൾ നാട്ടുകാരെന്തായാലും അവിടെ വെച്ച് കാണാറുണ്ട്, ആരെങ്കിലേക്ക് കാണാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ മാത്രമല്ല ഞങ്ങളുടെ ഒരു റിലേറ്റീവ്സ് കൂടിയാണ്. എൻ്റെ അപ്പച്ചൻ്റെയും പാജിബാബൻ്റെയൊക്കെ അനിയത്തി ഫാമിലി ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. അവരുടെ കുക്കിംഗ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അവരൊക്കെയായിട്ട് സംസാരിച്ചിരുന്നത് വിൽശാൻ്റെയും CM ചേച്ചിയും സിന്ധു ചേച്ചിയും അംബിക ചേച്ചിയൊക്കെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തക്കാളി സവാളയും പരിപാടികളൊക്കെ. അതേ നമ്മുടെ ചാക്കോച്ചേട്ടനും ജെയ്സ്ഞാനും പോളിച്ചേട്ടനാണ് കോഴി നന്നാക്കണേറ്റ് മുന്നിട്ട് നിൽക്കണത് കേട്ടോ. മിക്കവരും തന്നെ ഈ ഒരു പരിപാടി, ഈ ഒരു നേർച്ചയ്ക്ക് വരുമ്പോൾ നാടൻ കോഴിയായിട്ടാണ് വരാറുള്ളത്. പക്ഷേ നമുക്ക് ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ കോഴിയുടെ എണ്ണം നമുക്ക് ഇത്രയും വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാടൻ കോഴിയുടെ അവൈലബിലിറ്റി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറച്ചിക്കോഴിയാണ് നമ്മൾ ഈ പ്രാവശ്യവും എടുത്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇറച്ചിക്കോഴി തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം ഇറച്ചിക്കോഴിയാണ് ഇത് നമ്മുടെ ചാക്കോച്ചേട്ടനും ജെയ്സ്ഞാനും പോളിച്ചേട്ടനും കൂടി ക്ലീൻ ഗ്യാസ് പൊട്ടിച്ചെറിച്ചതല്ലേ. ഇപ്രാവശ്യം ഗ്യാസ് കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ക്യാൻസൽ ആക്കി. എന്തായാലും ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ചട്ടപ്പട എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിപാടിയൊക്കെ തീരണേ കേട്ടോ. ഈ കോഴി നന്നാക്കാനായിട്ട് ഒരു ടീം, ഈ ചട്ടിയും കല്ലും നോക്കാനായിട്ട് ഒരു ടീം, പിന്നെ പച്ചക്കറി മുളകും അങ്ങനത്തെ സവാള കാര്യങ്ങളൊക്കെ അയ്യാനായിട്ട് ഒരു ടീം. ചട്ടപ്പട എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പൊന്നെ. കാന്താരിയാണത്, നാടൻ മുളകാണല്ലേ, കുണ്ടമുളക്. അമ്പി ചേച്ചി എന്തുട്ടാണ്? ഉരുളൻകിഴങ്ങ്. സീതമ്മ എന്തുട്ടാണ്? വെളുത്തുള്ളിയാണോ? CM ചേച്ചി എന്തുട്ടാണ്? ഉരുളൻകിഴങ്ങ്. കോഴി കഴുകൽ.
ഇന്നൊരു ചേഞ്ചിനെ എല്ലാ ദിവസവും മീനാണ് വെട്ടണത് കേട്ടാ. ഇന്ന് സ്രാവ് വെട്ടണ കൂട്ട് ഇന്ന് ചിക്കനാ വെട്ടണത്. ഏയ് ഒരു ചെറിയ പാത്രം ഉണ്ട് കേട്ടോ. ആ ഓക്കെ. എടാ ഇതിൽ കൊള്ളു. അപ്പോൾ ഇന്ന് പാഞ്ചുപാപ്പനാണ് കോഴിയെല്ലാം വെട്ടി നുറുക്കുന്നത്. അപ്പോൾ ഒന്ന് സാധാരണ എല്ലാ ദിവസവും സ്രാവും കേരയും കാളാഞ്ചിയും ചെമ്പല്ലിയും പൂമിനൊക്കെ ആയിരിക്കും വെട്ടുന്നത്. അപ്പോൾ ഇന്നൊരു ചേഞ്ചിനായിട്ട് വർഷത്തിലൊരു ദിവസം കോഴി വെട്ടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ പാഞ്ചുപാപ്പൻ്റെ. അങ്ങനെ അമ്പാടി ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ആ അമ്പാടി കത്തിക്കാനല്ലേ? അപ്പൊ നമ്മുടെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ? തക്കാളി അരിഞ്ഞ് സവോള അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞ് ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. അതവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കാനല്ലേ? പിന്നെ കറിവേപ്പില തുടങ്ങിയാണ് പരിപാടി തുടങ്ങിയാണല്ലേ? അപ്പോൾ ഒഴിക്കാൻ പോവാണ് വെളിച്ചെണ്ണ. ആദ്യത്തെ പരിപാടി വെളിച്ചെണ്ണ ഒഴിക്കല്. അപ്പോൾ ഇത്തവണത്തെ കോഴിക്കറി വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൽച്ചാൻ്റെ കേട്ടോ. കഴിഞ്ഞ വർഷം ഷെബിച്ചേട്ടനായിരുന്നു മുന്നിട്ട് ഇറങ്ങിയിട്ടായിരുന്നത്. അപ്പോൾ ഷെബിച്ചേട്ടൻ ഈ പ്രാവശ്യം വന്നിട്ടില്ല. അപ്പോൾ അത് ഇന്ന് വിൽച്ചാൻ്റെയാണ് കറി വെക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് കേട്ടോ. ഈ പുണ്യഭൂമിയെ മലിനമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭക്തജന ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. കോർപ്പറേഷന്റെ നിർദ്ദേശാനുസരണം വേസ്റ്റ് ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിട്ടുള്ള ബിന്നുകളിൽ കൃത്യമായി നിക്ഷേപിച്ച് പരിസര ശുചിത്വം പാലിക്കേണ്ടതാണ്. മാനദണ്ഡങ്ങളും കർശനമായി പാലിച്ച് സഹകരിക്കുവാൻ ഭക്തജനങ്ങളെ ഒരിക്കൽ കൂടി നേർച്ചിടാൻ പോയാണല്ലേ? കോഴിക്ക് എൻ്റെ ഓടോ അല്ലേ? അമ്പാടി അപ്പൊ പരിപാടി തുടങ്ങിയാലേ? കഴിഞ്ഞ പ്രാവശ്യം ചട്ട അമ്പാടിയുടെ കയ്യിൽ തന്നെയായിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം അമ്പാടിയുടെ കയ്യിലായിരുന്നു ചട്ടകം. ഇത് മസാലകൾ എല്ലാവരും മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി. സാധാരണയായിട്ട് കോഴി നേർച്ചയ്ക്ക് വരുമ്പോൾ എല്ലാവരും തന്നെ നാടൻ രീതിയിലായിരിക്കും ഇവിടെ കോഴിക്കറി വെക്കുന്നത്. അപ്പോൾ നമ്മളും തനി നാടൻ രീതിയിലാണ് കോഴിക്കറി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് വേറെ എക്സ്ട്രാ മസാലകളോ ഒന്നും കടയിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയ മസാലകളാണ് ഇതെല്ലാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീടുകളിലേക്ക് ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലൊക്കെയാണ് ചിക്കൻ കറി കുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറകടുപ്പിൽ തന്നെയാണ്, ഉരുളിയിലാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ തന്നെയാണ്. എന്താണ് ഇപ്പം ഈ പ്രാവശ്യം എല്ലാവരും കൂടെയാണ് വന്നേക്കണത്. ടോമി ഫിഷ് ക്ലബിലുള്ള എല്ലാവരും കൂടെ, അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസും ഉണ്ട്, അവരെല്ലാവരും എല്ലാവരും ഉണ്ട്. ഒരു 6 പേര് 7 പേരോളം ഉണ്ട് അവര് ലേഡീസ്. അപ്പോൾ പരിപാടി 26 പേരോളം 26 പേരാണ് ഇത്തവണ വന്നേക്കുന്നത്. എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടി എല്ലാവരും ഓരോരുത്തർക്കും ഓരോ പണികളാണ്. ഗ്രേവി സെറ്റ് ആയിട്ട് ചിക്കൻ ഇടാനുള്ള ബാക്കിയുള്ള പരിപാടിയൊക്കെ. അപ്പൊ എല്ലാവർക്കും വരണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പൊ അത് ഇത്തവണ അത് ചിക്കൻ കഴുകി വാരി ഇടണം ഇപ്പൊ അല്ലേ? ശരിയായി. പോളിച്ചേട്ടൻ വെള്ളം ഒഴിക്കണോ? കുറച്ചുകൂടി വെള്ളം ഒഴിക്കണോ? ഒരിത്തിരി വെള്ളം വേണമെങ്കിൽ ഒഴിക്കണോ? അങ്ങനെ കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ നമ്മുടെ വിൽച്ചാൻ്റെ തന്നെയാണ് ഉരുളിലോട്ട് ഇടുന്നത്. നോക്കി. അപ്പോൾ അതേ നമ്മൾ 27 പേർക്കും കുക്ക് ചെയ്തിട്ട് കഴിക്കാനുള്ള ചിക്കനാണ് ഇട്ടത്. ഇനിയിപ്പോൾ നമുക്ക് ബാലൻസ് എന്തായാലും നമുക്ക് വീടുകളിലോട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകും. നേർച്ചയായിട്ട് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അതിനുള്ള കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്.
പഞ്ചാബ് ഇത്തവണത്തെ പരിപാടി നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞല്ല. അതെ, വിൽശാന്റി ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അതന്നെ വിൽശാന്റി ഉണ്ടായിരുന്നത് അംബിക ചേച്ചി ശാരദല്ല, അംബിക ചേച്ചി. പിന്നെ വെല്ലിമിച്ചുണ്ട്, വന്നിട്ടില്ല. ഇത്തവണ എന്തായാലും അടിച്ചു പൊളിച്ച് പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു. അടുപ്പത്തായി, സാധനം അടുപ്പത്തായി, അരമണിക്കൂർ കൊണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. വരണ വഴിക്ക് എവിടെ നിന്നോ പൊട്ടിച്ചല്ലേ, വണ്ടിയിൽ ഇരുന്നിട്ട് സൈഡിൽ കാണണം മാങ്ങ പൊട്ടിച്ചിടുന്നല്ലേ. അപ്പൊ ആ മാങ്ങ വെച്ചിട്ട് അച്ചാറുണ്ടാക്കിയാണ് അല്ലേ, തിന്നേണാ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോഴേക്കും ഇനി ഇടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വെക്കുമ്പോൾ സാധാരണ വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടാണ് ചിക്കൻ കറി നാടൻ രീതിയിൽ വെക്കാറട്ടോ. അപ്പോൾ അതേ വിൽശാൻ്റെ ഇടുന്നത് ഉരുളക്കിഴങ്ങാണ്. നമുക്ക് വേറെ ഒരു സ്ഥലത്ത് നിന്നല്ലേ ഇതാരാണ് പഞ്ചാബ്, ഇത് അഷ്ടമിച്ചെന്ന് പെങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് വീട് ഭക്ഷണം റെഡിയായി. ഞങ്ങൾ ടേബിള് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവരും ടേബിൾ നോക്കിയാണ്. ആവാറായ സെറ്റായ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ റെഡിയാവും. സെറ്റായി ഓൾമോസ്റ്റ് ഒക്കെ ശരിയായല്ലേ. അമ്പാടി ഇളക്ക് ശരിയാവാറായ ചേട്ടേന്ന് പറഞ്ഞോണ്ടേ എല്ലാം പെട്ടെന്ന് ശരിയായില്ലേ. ഒരു 3-4 പേര് ചിക്കനും ശരിയാക്കി. മറ്റേ ചേച്ചിമാരൊക്കെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാളയും ഇതൊക്കെ എരിഞ്ഞൊക്കെ തന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് തേങ്ങാപ്പാലി അവസാനത്തെ പരിപാടി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല വല്ലതും ഉണ്ടെങ്കിൽ ചെറിയ കുഴപ്പമില്ല. ഉപ്പ് കൂടുതലാണോ? ബ്രെഡിന്റെ ഒപ്പം നമ്മളല്ലേ അടുപ്പിന്റെ കല്ല് വെന്തടില്ല. ഇല നോക്കിട്ടാ. നേരത്തെ പറഞ്ഞതുപോലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇഷ്ടംപോലെ ജനങ്ങളാണെന്ന് ഇവിടെ കറി വെക്കാനായിട്ട് വന്നത്, കോഴി നേർച്ചയ്ക്കായിട്ട് വന്നേക്കണം കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ഗ്രൗണ്ട് മൊത്തം ആളുകൾ കൊണ്ട് നിറഞ്ഞൊക്കെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 8 മണി ആയി. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ആളുകൾ നിറഞ്ഞിട്ടാണ്. പള്ളിയിലൊന്ന് പോകണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കും. ഓക്കെ, ഭയങ്കര ചൂടാണല്ലേ. എന്തോ എല്ലാവരും കുക്ക് ചെയ്യണം, അതുകൊണ്ടാണ് എല്ലാവരും വേർതിരിക്കുന്നത്. പോകാൻ വേണല്ലേ, പള്ളിയിൽ പോകണം എല്ലാവരും. ഇനിയിപ്പോൾ നമ്മുടെ കുക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, സംഭവം റെഡി ആയിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പള്ളിയിലൊന്ന് പോകണം. അപ്പോൾ ഈ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് റോഡൊന്ന് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പള്ളിയായിട്ടാണ്. അപ്പോൾ പള്ളിയിൽ പോയിട്ട് നേർച്ചയ്ക്ക് ഇട്ടിട്ട് വന്നിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ചെറിയൊരു ഇടവഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഇടവഴി കൂടി കയറി നമ്മൾ നമ്മുടെ മെട്രോ നമ്പർ എനിക്കറിയില്ല, മെട്രോൻ്റെ താഴെയാണ് നമ്മൾ, മെട്രോ ഇതിൻ്റെ നമ്മുടെ ബ്രിഡ്ജിൻ്റെ താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്താൽ പള്ളിയായിട്ടാണ്. അപ്പോൾ അതേ പള്ളിയിൽ എല്ലാവർക്കും സീമ ചേച്ചി ഉണ്ട്, സിന്ധു ചേച്ചി ഉണ്ട്, സീതമ്മ ഉണ്ട്, വെല്ലിമിച്ചി ഉണ്ട്, ഈശാൻറ്റി, പാഞ്ചിപാപ്പൻ, വിനീഷേട്ടൻ, അങ്ങനെ ജിൻഡോ, ഞാൻ എല്ലാവരും കൂടി നേർച്ചിടാനായിട്ട് പോവേണ്ട. അപ്പോൾ അതേ പാഞ്ചാപം ചെന്ന പാടെ ഇവിടുത്തെ ആദ്യം കണ്ട കപ്പിളെ തന്നെ നേർച്ചിട്ട് അതിന് ശേഷം നമ്മൾ പള്ളിയിലും കയറോട്ടോ. അതന്നെ അല്ല, അവിടെ ഉള്ളിൽ അവിടെ വരുന്നുണ്ട്.
നിങ്ങൾ എവിടെ പോയി? അവിടെ ക്യൂ നിന്നായിരുന്ന? നേർച്ചിട്ടാ ക്യൂല് നിന്നാ? പെട്ടെന്ന് കയറി സൈഡിൽ കൂടി കയറാൻ പറ്റുമോ? അതെ. അങ്ങനെ നമ്മളെല്ലാവരും നേർച്ചയ്ക്ക് ഇട്ട് പിന്നെ സാധനങ്ങൾക്ക് ലൂക്കാച്ചിനും വില്ലിക്കും കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ 2 കാറ് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇത് സീതമ്മ ചേച്ചി 2 ടീംസും, അതായത് നമ്മുടെ സിന്ധു ചേച്ചി വിൽശാൻ്റെയൊക്കെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ പെട്ടിക്കടക്കാരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരികെ നമ്മളിത് നമ്മുടെ ഗ്രൗണ്ടിലോട്ട് ചെന്നപ്പോഴേക്കും വീണ്ടും തിരക്ക് കൂടി വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഇഷ്ടംപോലെ ജനങ്ങളാണ്, ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അതേ നമ്മളുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതുകൊണ്ട് നമുക്കിനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ സംഭവം റെഡി ആയിട്ടുണ്ട്, കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുണ്ട്, നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ബ്രെഡും കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ ചിക്കൻ കറി, നല്ല നാടൻ ചിക്കൻ കറിയും ബ്രെഡും അടിപൊളിയല്ലേ. നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങൾ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും നേർച്ചയിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പോലീസിന്റെ നിർദ്ദേശാനുസരണം രാത്രി 10 മണി വരെ മാത്രം മദ്യപാനം, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇവയൊന്നും തന്നെ കർശനമായി ഇവിടെ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. പരിസരമായി പാലിച്ച് സഹകരിക്കുവാൻ ഭക്തജനങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. പോലീസ് വോളണ്ടിയർമാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും CCTV വേണ്ടായിരുന്ന ഗ്രൗണ്ടിൽ പൂർണ്ണമായും കാണത്തക്ക വിധത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതിനാൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ളത്. എങ്ങനെയുണ്ട് ചേട്ടാ? കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറ. 14 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഉപ്പിന്റെ കാര്യം പറഞ്ഞാൽ മതി. ഉപ്പിന്റെ കാര്യം എങ്ങനെയുണ്ട്? ഉപ്പ് എങ്ങനെയുണ്ട്? ഉപ്പ് കുറവാണോ? ഉപ്പിന്റെ കാര്യം പറ, കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയണം. ഉപ്പ് കറക്റ്റ് ആണോ? അതെ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കോഴി നേർച്ചയ്ക്ക് വന്ന് നമ്മൾ കോഴിക്കറിയൊക്കെ വെച്ചിട്ട് കോഴിക്കറിയൊക്കെ തിന്ന് ബ്രെഡും കൂട്ടിയടിച്ച് എല്ലാവരും നല്ല ഹാപ്പിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ഉരുളിയും ചട്ടകവും പാത്രങ്ങളും മുട്ടിയും കത്തിയൊക്കെ കഴുകിയിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റുന്ന ഒരു കാഴ്ച ഉണ്ടെങ്കിൽ കാണും. അപ്പോൾ കുറേ ഐറ്റങ്ങൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിലും വെച്ച് വലിയ ഉരുളി, നമ്മൾ ഉരുളി വാടകയ്ക്കാണ് എടുത്തത്. ആ ഉരുളിയാണ് നമ്മുടെ അമ്പാടിയും എല്ലാവരും കൂടി ചേർന്നിട്ട് വണ്ടിയുടെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോയി നമുക്ക് വീട്ടിലോട്ട് എത്തേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. നല്ല രീതിക്ക് ചിക്കൻ കറിക്ക് ആദ്യം ഇത്തിരി ഉപ്പ് തോന്നിയെങ്കിലും റെഡിയായി വന്നപ്പോൾ പക്ക അടിപൊളി ടേസ്റ്റ് ആയിരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കൊച്ചാപ്പനാണ്ടത്. എന്തായാലും ഇത്തവണത്തെ ഈ ഒരു ട്രിപ്പ്, അതായത് കോഴി നേർച്ചയ്ക്കായിട്ടുള്ള എടപ്പള്ളിയിലോട്ടുള്ള ട്രിപ്പ്, അതായത് കോഴി വെച്ച് കറി വെച്ച് ബ്രെഡും കൂട്ടി കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. അടിപൊളി, എല്ലാവരും സന്തോഷത്തിലാണ്. നല്ലൊരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളും കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്.